ഹായ് മുത്തുമണികളെ, എന്താ വിശേഷങ്ങളൊക്കെ? അപ്പം എല്ലാവർക്കും ഞാൻ പഴംപൊരി ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണിത്, ഒരു 4-5 മണിയൊക്കെ ആയപ്പോൾ കുട്ടികൾ പറഞ്ഞു പഴംപൊരി ഉണ്ടാക്കി തരുമാറിന്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുക കേട്ടോ. പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ട് തന്നിരുന്നു അല്ലേ? അപ്പോൾ ഒന്നും കൂടി ഉണ്ടാക്കണത് കാണിച്ചു തരാം. ആദ്യം ഇട്ടത് മൈദപ്പൊടി കേട്ടോ മക്കളെ, ഇത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ലേസം കൊടുന്നതായിരുന്നു. അപ്പോൾ അരിപ്പൊടി ഒരു കയ്യിലും ഇട്ടു കേട്ടോ. ഒന്ന് പഴംപൊരി ഒന്നൊരു ചെറിയ ക്രിസ്പി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ വെറും മൈദപ്പൊടിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ലേസം പഞ്ചസാര ഇട്ടു, വെള്ളം പാർന്നു കേട്ടോ. കളറുണ്ടെങ്കിൽ കളർ ഇട്ടോളി, ഇല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടാലും മതി കേട്ടോ. ഞാൻ അതിക്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം നോൽമ്പിന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നുല്ലേ വീഡിയോയിൽ. അപ്പം അതന്ന് ഇങ്ങനെ തിരക്ക് പിടിച്ച് കാണിച്ചു തന്നതല്ലേ. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരുന്നു കേട്ടോ. അപ്പം ഇത് ഇട്ടുകാണ്ട് ഇനി ലേസം വെള്ളമൊക്കെ പാർന്നിക്കാണ്ട് നന്നായിട്ടാണ് ഇളക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് കുട്ടികൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് പാടത്തേക്ക് പോവാൻ മാറിയുണ്ട്. അപ്പോൾ കുറേ ദിവസമായില്ലേ പാടം തോടും വരുമ്പൊക്കെ കാണിച്ചു തന്നിട്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് പോയിക്കാണ്ട് നിങ്ങൾക്ക് അവിടേക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്നാമത് കാക്കു ഇതൊന്നും ഉണ്ടാവില്ല, അതാണ് ഞാൻ അതിലാണ് പോവാത്തത് കേട്ടോ. ആരെങ്കിലുമൊക്കെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ കഴിയൂല. അപ്പോൾ അത് കണ്ടോ, കൈയിൻ്റെ ഉള്ളനടിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ആ അടിഭാഗം ആ ചമ്പട്ടിയിൽ നന്നായിട്ട് താത്തി വെച്ചിട്ടേ നന്നായിട്ടാണ് പ്രസ് ചെയ്ത് 3-4 അടി ഉണ്ട് അടിച്ചുമ്പോൾ. ഇത് കണ്ടോ ഇങ്ങനെ നല്ല നൊര പോലെ വരും കേട്ടോ. കുറച്ച് നേരം മാവ് എടുത്ത് വെച്ചാൽ മതി. അപ്പം നല്ല പഴംപൊരി, നല്ല സ്മൂത്ത് പഴംപൊരി ആവട്ടെ മക്കളെ. കണ്ടോ കുമിളകൾ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അത് നേർക്ക് കാണുന്നുണ്ടാവില്ലല്ലേ നിങ്ങൾക്ക്. അപ്പോൾ അതാക്കണ പഴം ഞാൻ ഒരു പഴം കൊണ്ട് 2 മുറി മുറിച്ചുകാണ്ടേ 4 കഷ്ണമോ 5 കഷ്ണമൊക്കെ ആക്കൂട്ടോ ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എന്താ ഇവിടെ കുറേ കുട്ടികളൊക്കെ അല്ലേ, അപ്പം ഞാൻ അങ്ങനെ ചെയ്യലാണ് അധികം. പിന്നെ വലിയതാക്കി മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ അങ്ങനെ ചിലപ്പോൾ കടിച്ചു കാണ്ടൊക്കെ ഇടും കുട്ടികളല്ലേ. അപ്പം ഇങ്ങനെ മുറിച്ചിട്ടാൽ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ അതാക്കണ പഴംപൊരിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ആ മാവ് അതുപോലെ വന്നാൽ മതി. നല്ല ലൂസും ആവരുത്, എന്നാൽ നല്ല കട്ടി ആവരുത് കേട്ടോ. ഇത് കണ്ടോ, കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ, എന്നാലും അത് കുറച്ച് നേരം എടുത്ത് വെക്കുമ്പോഴേ ഈ പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടി അത് ലൂസാവും മാവ് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ എടുത്ത് വെച്ചാൽ മതി. ഞാൻ അധികം ഒന്നും ചിലപ്പോൾ എടുത്ത് വെക്കലില്ല. പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ലേശം അപ്പസോഡ ഇടും കേട്ടോ. എന്നാൽ പിന്നെ ഒന്നും കൂടി നന്നായിട്ട് നൊരച്ച് വരും, പൊന്തിയിട്ട് വരും നമ്മളെ പഴംപൊരി. അല്ലാന്നുണ്ടെങ്കിൽ അപ്പസോഡ ഇടണില്ലെങ്കിൽ കുറച്ച് നേരം അങ്ങനെ എടുത്ത് വെച്ചാൽ മതി. അപ്പം നല്ല സൂപ്പർ പഴംപൊരി ആവും കേട്ടോ. ഇത് കണ്ടോ, നല്ല പൊന്തി വന്നിട്ടുണ്ട് പഴംപൊരി. അപ്പം ഇതിൻ്റെ അടിയിലൊക്കെ ക്യാമറ ഇങ്ങനെ ഓഫ് ആവുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫോണിന് കംപ്ലൈൻറ്റ് ഉണ്ട് പറഞ്ഞില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മക്കളെ. പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം ചിലപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ചെയ്ത ഭാഗങ്ങളൊന്നും ചിലപ്പോൾ ഞാനായിരിക്കും എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം, അതുകൊണ്ടാട്ടോ. അപ്പം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. പഴംപൊരിയൊക്കെ കണ്ടില്ല, അതുപോലെ ഉണ്ടാക്കിക്കോളിട്ടോ, നല്ല നന്നാവും. ചിലവർ പറയും നന്നാവലെന്നല്ല എന്ന് പറയണതാണ്. അപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പഴംപൊരി ഉണ്ണിയപ്പം ഇത് രണ്ടും ഞാൻ കട്ട്ലേറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നല്ല നന്നാവലുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ കാക്കൂനെ കിട്ടിയിട്ടുണ്ട്. വേഗം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി അത് തിന്നാനൊന്നും നേരം കിട്ടിയില്ല കേട്ടോ. കുറേ നേരമായില്ലേ. അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ടോ, നമ്മളെ പാടൊക്കെ ഇതാക്കണ നെൽകൃഷിയൊക്കെ കഴിഞ്ഞിട്ട് ആകെ നല്ല വെയിലല്ലേ, ഇപ്പോൾ ഭയങ്കര ചൂടും. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത ടൈമാട്ടോ അവിടെയും ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് നമ്മളെ കുഴൽക്കിണറിൽ വെള്ളം ഉണ്ട് കേട്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇതാക്കണ വെള്ളം കൂടി ഇല്ല. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കറണ്ട് പോകുമ്പോഴും മോട്ടറിന് കംപ്ലൈൻറ്റ് വരുമ്പോഴൊക്കെയാണ് താഴേന്ന് ഞാൻ ആ കിണറ്റിൽ നിന്ന് അങ്ങനെ മുക്കിക്കൊണ്ടല്ല കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ വല്ലാതെ വീഡിയോസിലാവുന്ന പകർത്തലില്ല എന്നുള്ളൂ. ഒന്നാമത് നേരമൊന്നും കിട്ടൂല മക്കളെ. അപ്പോൾ നമ്മളെ ഋതുവൊക്കെയാണ് ആ കളിച്ചത് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ ചങ്ങായിമാരൊപ്പം കളിച്ചാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. കാക്കു പറഞ്ഞു ഞാൻ പോന്നേരാറിന്. നമ്മളെ പാടൊക്കെ കണ്ടില്ല ഞങ്ങൾ. ആകെ ആ ഭാഗങ്ങളിലൊക്കെ വാഴ കൃഷി നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ തോട്ടിലൊന്നും വെള്ളമില്ല. അപ്പോൾ പൊന്നൂനും മിന്നൂനും നടപ്പിച്ചാന്ന് കരുതിയിട്ടേ ഓൽക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ എപ്പോഴൊന്നും പോകല്ല, എപ്പോഴേലൊക്കെ വൈകുന്നേരം പോകലുണ്ടായിനി. ഇപ്പം നമ്മളെ ഈ വീഡിയോ എടുക്കലോണ്ടൊക്കെ നമുക്ക് ഒഴിവന്നെ കിട്ടൂലല്ലോ. വീഡിയോ എടുക്കലും പിന്നെ കുട്ടികളെ കാര്യങ്ങൾ നോക്കലും ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം കൂടി ഇങ്ങോട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടൂല. അതുകൊണ്ടാണ് ഇപ്പോൾ വല്ലാതെ പുറത്തേക്ക് ഇറങ്ങാത്തത്. മറ്റേ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ, കുട്ടികൾക്കും ഇഷ്ടമാണ്. ഓലപ്പം ഇങ്ങനെ പോന്നാലേ പിന്നെ മരിബാങ്കൊക്കെ കൊടുക്കുമ്പോൾ കയറി പോയാൽ മതിയല്ലോ. അപ്പോൾ മിന്നൂനും പൊന്നൂനും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. ഓലിങ്ങനെ മിന്നും പൊന്നൊക്കെ അങ്ങനെ നല്ല നിരപ്പായ സ്ഥലമായതുകൊണ്ടേ. പക്ഷേ നമ്മളെ അകത്തത്തെ മാതിരി തന്നെയാണ് കേട്ടോ, കട്ട റോഡാണ്. നമ്മളകം ഇതേപോലെ തന്നെയല്ലേ. അപ്പോൾ ഇതാക്കണ നമ്മളെ പൊന്നൂസ് കേട്ടോ. പൊന്നൂസ് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ചെക്കന്മാരൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കണ്. ഓലൊക്കെ പറയുന്നുണ്ട് പോയി താത്ത വീഡിയോ എടുക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓൽക്കൊക്കെ മനസ്സിലായിക്കണ് ചെക്കന്മാർക്കൊക്കെ. നമ്മളെ ഋതുവിൻ്റെ ചങ്ങായിമാരാട്ടോ. നമ്മളെ തോടാത് കേട്ടോ, നമ്മളെ ആ ഷോർട്സിലൊക്കെ എടുക്കണ ആ തോടില്ലേ
അതാണ് കേട്ടോ. അതിലൊന്നും വെള്ളമല്ല കേട്ടോ, ഒക്കെ വറ്റി വരണ്ടിട്ടുണ്ട് മക്കളെ, കണ്ടില്ലേ. ഇനി മഴക്കാലമൊക്കെ ആട്ടെ, നമുക്ക് അവിടെ പോയിട്ട് തിരുമ്പി കുളിക്കൊക്കെ വേണം. ഞാൻ അധികം തോട്ടിലൊക്കെ പോയി തിരുമ്പി കുളിച്ചിരുന്നു, നിങ്ങൾ കണ്ടില്ല ഷോർട്സിലൊക്കെ. എന്താ വെച്ചാൽ ഈ കുട്ടികൾ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ അവിടെ പോയിക്കാണ്ടായിരുന്നു ഞാൻ ഒലുമ്പി വൃത്തിയാക്കിയിരുന്നു. നല്ല തെളിയില്ല വെള്ളമായിരിക്കും. അത് കഴിഞ്ഞ് പോന്നു. രാവിലെ ചക്കപ്പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കാക്കുവിനോട് ഇച്ചിരി കൂട്ടാൻ വെക്കുക പറഞ്ഞപ്പോഴേ കാക്കു അത് പൊളിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടാൻ വെക്കുകയാണ് ഞാൻ അതിൻ്റെ അടിയിൽ. അപ്പോൾ നമ്മളെ റിതു സ്കൂൾക്ക് പോയിട്ടുണ്ട്. സ്കൂളല്ല, ഓന് ട്യൂഷന് പോയിട്ടുണ്ട് കേട്ടോ, രാവിലെ പോയിട്ടുണ്ട്. ഓൻ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതികാണ്ടേ. അപ്പം നമ്മളെ മക്കളൊക്കെ താഴെ ഉണ്ട് കേട്ടോ, നിലത്ത് കൂടെ ഇങ്ങനെ പിച്ച നടക്കണുണ്ട് കേട്ടോ. എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? അപ്പൊ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ചക്കക്കൂട്ടാന് ഉണക്കൽമീന്റെ കറിയാണ് കേട്ടോ. അപ്പൊ ഉണക്കൽമീന്റെ കറി എങ്ങനെ ഉണ്ടാക്കാ താത്താ ചോദിച്ചുകൊള്ളില്ലേ, ഞങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടോ? ഉണക്കൽമീന്റെ തലയാണ് കേട്ടോ, സ്രാവ് ഒടിഞ്ഞിരുന്നു ഇന്നലെ ഉണക്കല്. അപ്പൊ അതിന്റെ തല ഇട്ടുകാണ്ട് ഉള്ളിയും തക്കാളിയും വാട്ടിക്കാണ്ട് അതിക്കൊരു ഇഞ്ചിക്കണ്ട് ഇട്ട് വെളുത്തുള്ളിന്റെ 2 പൊണിയും ചീരുള്ളിന്റെ 1 പൊണി ഇട്ടുകാണ്ട് അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിട്ടോ. ലേസം പുളിവെള്ളം പറഞ്ഞു ഉപ്പും മുളകും അതന്നെ. എന്നിട്ട് നന്നായിട്ട് കുറുക്കിട്ടെടുത്തിട്ടേ നല്ലോ കുറുക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇടാണ്ടോ മക്കളെ, ഇപ്പൊ ഇട്ടാലും എല്ലാത്തിനും ഉണക്കൽമീനല്ലേ. തേങ്ങ അരച്ചുകാണ്ട് പാരാണ് കേട്ടോ. തേങ്ങ അരച്ച് പറഞ്ഞാല് അപ്പൊ ഉണക്കലീന്റെ കറിയാവും. നല്ല മണല കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആരും ഉണ്ടാക്കിയിട്ടില്ലേ, ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി. നല്ല ടേസ്റ്റ് ആണ്. നല്ല ഇപ്പൊ തന്നെ നല്ല മണുണ്ട് ഉണക്കമീന്റെ. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ കേട്ടോ, എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ മക്കളെ. അപ്പൊ ചട്ടിയിൽ ചെറിയ ചട്ടിയിൽ ലേസം ഉണ്ടാക്കിക്കണ കറി കേട്ടോ. ഓനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നാമത് നമ്മളെ ചക്ക കൂട്ടാനില്ലോണ്ട് അങ്ങനെ വല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊന്നും വേണ്ട. ലേസം പുളിന്റെ കമ്മിയുണ്ട്. അപ്പൊ ലേസം നമുക്ക് പുളി ഞാൻ പിഴിഞ്ഞിരുന്നു കേട്ടോ. എന്നാലും ഒന്നും കൂടി ഒന്നുകൊണ്ട് ഞരടിയിട്ടേ പിഴിയാൻ മക്കളൊക്കെ എല്ലാവരും ഉണ്ട് ഇവിടെ. അടുത്ത തേങ്ങ അരിഞ്ഞ് വെച്ചിട്ട് എത്തിനാന്നായിരിക്കൂലേ. തേങ്ങയൊക്കെ ഞാൻ ചരിഞ്ഞിരുന്നു. അപ്പൊ ഫോണില്ല, ഫോണ് ഇടക്കിടക്ക് ഇങ്ങനെ ഓഫ് ആവുക മക്കളെ. എന്തിയാവും ഫോണിന് പറ്റിയ കാര്യമായിട്ട്. അപ്പൊ അരച്ചതായിരുന്നു കേട്ടോ. 3 ചീരുള്ളിപ്പൊടി, 2 വെളുത്തുള്ളി, 3 പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ പെരുംജീരകം അല്ല നല്ലീരകം കേട്ടോ. നല്ലീരകം ഒന്നും കഴുകി എടുക്കാം നമുക്ക്. ലേശം എടുത്തിട്ടുണ്ട്, കഴുകട്ടെ കേട്ടോ. ഒന്നും കഴുകി കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങ ഒന്നാടി ചതച്ചെടുക്കട്ടെ. അത് കാരണം ഞാൻ അരക്കലാട്ടോ, ഒന്നാണ് അരക്കും ഞാൻ. ചിലവര് ചായച്ചുകാണ്ടൊക്കെ ഇടരേ. നമുക്ക് അങ്ങനെ പഠിച്ചണമൊന്നും ഇഷ്ടമല്ല. തേങ്ങ രസമാണ്. അപ്പൊ നമ്മളെ ഉണക്കൽമീൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തൂമിച്ച് പാരട്ടെ നമുക്ക്. ഇതില്ലേ ഈ മരുന്നില്ലേ ചുറ്റിച്ചാൻ പറ്റുമോ? എല്ലാരും ഇട്ടിച്ചോളി. ഒക്കെ ചെവിക്ക് കംപ്ലൈന്റ് എല്ലാവർക്കും വേണം. അത് നിങ്ങൾക്ക് ശരിയാക്കാം. നോക്കി ചുറ്റിച്ചാൻ പറ്റുമ്പോ എന്തൊറ്റിച്ചാ മരുന്ന് ആ ഉറ്റിച്ചാ ഒന്നും പറയൂട്ടോ മക്കളെ. നല്ല ടേസ്റ്റാണ് കറി. അപ്പൊ ഞാൻ വോയിസ് കൊടുക്കേണ്ടി വരും. എണ്ണയൊന്നും ഇടാതെ, വല്ലാതെ എണ്ണയൊന്നും ഇടാതെ ആയിരുന്നു ഞാൻ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിരുന്നു കേട്ടോ. അപ്പൊ പിന്നെന്താ കുട്ടികളെ പേര് പറഞ്ഞു തരുമോ താത്ത ചോദിച്ചിരുന്നു. പുതിയ ആളുകളായിരുന്നല്ലേ. ഞാൻ പറഞ്ഞു കൊയങ്ങി. പിന്നെന്താന്ന് ഈ ചോദിച്ചണോരോട് മാത്രം കമന്റ് ഇടാനും കഴിയൂല. ഈ 6 കുട്ടികളെ പേരും കൂടി അതിൽ എഴുതി ചേർക്കണ്ടേ. അപ്പൊ എനിക്ക് 6 കുട്ടികളാണ്. വലിയത് റിതുട്ടോ, ആൺകുട്ടിയാണ് വലിയത്. അപ്പൊ എന്താ ഓന് മുഹമ്മദ് റിദാന്, രണ്ടാമത്തെ ഷെയ്മോള്, ഫാത്തിമ ഷെയ്ഹ, മൂന്നാമത്തെ സഫ ഫാത്തിമ,
നാലാമത്തെ ദിയ ഫാത്തിമ, പിന്നെ ടിൻസ് ബേബിയാൾ കേട്ടോ, നഷ്വ നഷ്മ. അപ്പം അതിൻ്റെ ഇടയിൽ വ്ളോഗാക്കി കണ്ട് ചെയ്ത് കണ്ട് പിന്നെ മക്കളൊക്കെ നല്ല കരച്ചിലായപ്പോൾ ഞാൻ ഇതിന് വോയിസ് കൊടുത്തു കേട്ടോ. ആകെ പടയാണ്, നമ്മൾ ഋതു വന്നിട്ടുണ്ട്, അപ്പോൾ ഓന് ഭക്ഷണം കൊടുക്കണേ ഒക്കെ അതിൻ്റെ തിരക്കിലൊക്കെ ആയിട്ടേ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഉണക്കസ്രാവിൻ്റെ കറി വറവിടണമൊന്നും കാണിച്ചില്ല അല്ലേ, അതങ്ങനെ വെച്ചു എന്നല്ലാതെ. അപ്പോൾ ഇതിന് ക്യാമറ ഓഫായി പോയിട്ടോ. അപ്പോൾ ഇതാക്കണേ അടുത്ത തൂമിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചക്ക കൂട്ടാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, ഞയ്ക്ക് പാർന്ന് കാണ്ടേ നന്നായിട്ടുണ്ട് ഇളക്കിയെടുക്കട്ടെ. ആദ്യം ചെമ്പട്ടിയിൽ വറവിട്ടുകാണ്ട് അതിക്ക് തേങ്ങ വാർന്നൊന്നും തൂമിച്ചിട്ട് ചക്കക്കൂട്ട ഇടണം കരുതിയിരുന്നു കേട്ടോ മക്കളെ. അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക അല്ലേ. ഞാൻ എന്ത് കാട്ടി ഈ ചെമ്പട്ടിയൊന്നും കുത്തി തിരുമ്പിയിട്ട് കാണുന്നില്ല കേട്ടോ. അതിൽ പിന്നെ ഞാൻ ആ തേങ്ങ ആ ചക്കക്കൂട്ടാനക്കാണ് പാർന്ന് കാണ്ടി. എങ്ങനെയായാലും ഇപ്പം നമുക്ക് തൊള്ളിയിലൊക്കെ ആയ സാധനമല്ലേ. അപ്പോൾ ബൗസിന് കുറവൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞയ്ക്ക് അങ്ങോട്ട് തൂമിച്ച് പാർന്ന് കാണ്ട് നല്ലോണം ഇളക്കിയാലേ ചക്കക്കൂട്ടാ റെഡി ആയല്ലോ. അപ്പോൾ ഉണക്കസ്രാവിൻ്റെ കറി ഇങ്ങനെ ഉണ്ടാക്കാത്തോലും ഒന്ന് ഉണ്ടാക്കി വെക്കുകൊണ്ടിട്ടോ, നല്ല ടേസ്റ്റാണ്. അധികം ആളുകൾ മലപ്പുറത്തൊക്കെ ഉണ്ടാക്കലുണ്ടാവും, മലപ്പുറം വിട്ടാൽ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ കാക്കു ഇങ്ങനെ ഉണക്കൽ മീനൊക്കെ കൊണ്ടുവരുമ്പോഴേ, സ്രാവായിട്ടല്ല തളയായാലും മാന്തളായാലും അതൊക്കെ കൊണ്ടുവരുമ്പോഴേ ഞാൻ അതിൻ്റെ തളൻ്റെയൊക്കെ തലയും വാലും ഒക്കെ എടുത്ത് വെക്കും കേട്ടോ. നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂച്ചക്കെല്ലാം ഇട്ട് കൊടുക്കുക, ഞാനത് പാത്ത് വെക്കും കേട്ടോ. മറ്റേ അതിൻ്റെ കാമ്പുകളെ പൊരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്താ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ലും. ചിലവർക്കൊന്നും അതിൻ്റെ സ്മെല്ലൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല, എന്നാലും വയസ്സായ ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതാക്കണ് തൂമിച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കളെ നമുക്ക് നല്ല ലേക്കിൻ്റെ കമ്മിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കോണ്ടി. ഇത്രയും തിരക്കിനടിയിലൊക്കെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലെ നമ്മൾ നല്ലൊരു ഷോർട്സ് എടുത്തിരുന്നു അല്ലേ, സ്റ്റോറി. അപ്പോൾ അത് 1 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. 10K 11K ഒക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ലൈക്ക് കമ്മിയുണ്ട്, അത് മറന്നു പോകണമാണോ അറിയില്ല കേട്ടോ. എന്തായാലും മാക്സിമം ലൈക്ക് ചെയ്യോണ്ടി, കമൻറ്റും ചെയ്യോണ്ടി, ഷെയറും ചെയ്യോണ്ടി കേട്ടോ. ഒത്തിരി ഉപ്പിൻ്റെ കമ്മിയുണ്ട് കേട്ടോ, അപ്പോൾ ഉപ്പ് ഇടട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് ഉണക്കസ്രാവിൻ്റെ തല വെച്ചിലെ കറിയും അതേപോലെ നമുക്ക് നല്ല ചക്ക കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇതിമ്മ പോട്ടെ മക്കളെ, നല്ല രസമാണല്ലോ അല്ലേ. ഇതിനും അൽഹംദുലില്ലാ പറയാം. അപ്പോൾ പിന്നെന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ. മാക്സി പുതിയത് 2 കണ്ടില്ലാത്ത അത് നല്ല രസമുണ്ട് പറയുന്നുണ്ട്. അത് കാക്കു കൊടുത്താ കേട്ടോ മക്കളെ, നമ്മളെ കാക്കു എന്തേലൊക്കെ എടുത്തരണ്ടേ. അപ്പം ഞാനത് അടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, ഞാൻ അടിച്ചിട്ടേ അത് ഇടാന്ന് കരുതിയിട്ടായിരുന്നു. അപ്പം 2 മാക്സി ഉണ്ട്, അത് 2 നിങ്ങൾ കണ്ടില്ലേ, കാപ്പി മാക്സിയും പിന്നെ ഒരു പച്ച മാക്സിയില്ലേ. പിന്നെ ഇന്നലെ ഞാനൊരു നോട്ടിഫിക്കേഷൻ തന്നിരുന്നല്ലോ അല്ലേ, അത് നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ അത് രസമല്ലേ കേൾക്കണമൊക്കെ. അപ്പം അങ്ങനെ അത്രയും ബുദ്ധിമുട്ടിൽ കഴിയുകയാണെങ്കിലും പേടിച്ചൊന്നും വേണ്ടാന്ന് പറയാനും വേണ്ടിയിട്ട് ചെയ്തതാട്ടോ ഒരു വീഡിയോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ നല്ല ഉണക്കസ്രാവിൻ്റെ തല നല്ല രസമാട്ടോ. അതൊക്കെ നല്ല ചോറിലൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ തിന്നുമ്പോഴേ നല്ല രസമാണ് കണ്ടോ. നമ്മളെ പൊന്നും മിന്നും ഒക്കെ കഴിക്കൂട്ടോ. ഞാൻ ഈ പ്ലേറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലിനുവിനും കൊടുക്കും, പൊന്നൂനും കൊടുക്കും, മിന്നൂനും കൊടുക്കും, ഞാനും കഴിക്കൂട്ടോ. അങ്ങനെയാണ് കഴിക്കൽ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.